ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർബിൾ ഹോംസിലൂടെ നിങ്ങൾ പരിചയപ്പെടുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് കളക്ടറേറ്റിൽ നിന്നും വെറും 6 കിലോമീറ്റർ മാത്രം മാറിയിട്ടുള്ള ദൂരത്തിലേക്കാണ്. അപ്പോൾ ഒരു വില്ലയല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് വില്ലാസ് ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഏകദേശം ഒരു 6ഓളം വില്ലകളാണ് ഈ ഒരു പ്രൊജക്ടിനകത്ത് നമുക്ക് സെയിലിനായിട്ട് കിടക്കുന്നത്. മെയിൻ റോഡ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നിറയെ വില്ലകളുള്ള ഒരു ഏരിയയിലാണ് നമ്മളിപ്പോൾ വീഡിയോ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന വില്ലകളിലെല്ലാം തന്നെ നമുക്ക് ഒരു 6ഓളം വില്ലകൾ സെയിലിനായിട്ടാണ് വരുന്നത്. പല ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എലവേഷനിൽ വരുന്ന വീടുകളാണ് ഈ കാണുന്ന പ്രൊജക്ടിനകത്ത് നമുക്ക് സെയിലിനായിട്ടുള്ളത്. പലതിനും പല ലാൻഡ് അളവാണ്, പല പ്രൈസ് കാറ്റഗറികളാണ്. നിങ്ങളുടെ പോക്കറ്റിന് കംഫർട്ട് ആയിട്ടുള്ള വീടുകൾ തുടങ്ങിയാണ് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസുകളാണ് നമുക്ക് ഈ വില്ലകൾക്കെല്ലാം തന്നെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് നൈബേഴ്സിന് നമുക്ക് കിട്ടുന്ന ഒരു ഗ്രൂപ്പായിട്ട് ആളുകൾ താമസിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് ഈ കാണുന്ന വില്ലകളും സ്ഥിതി ചെയ്യുന്നത്. ഇതിനകത്ത് മെജോറിറ്റി വീടുകളിലും ആളുകൾ താമസമായതാണ്. ഇപ്പോൾ വളരെ കുറച്ച് വില്ലകൾ മാത്രമാണ് നമുക്കിനി സെയിലിനായിട്ട് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് വീഡിയോകൾ കണ്ട ഉടനെ തന്നെ നിങ്ങൾ വിളിക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീടുകളിൽ നിന്നും സെലക്ട് ചെയ്യാം. നമുക്ക് ഇവിടെ നിന്ന് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ള ദൂരം കാര്യങ്ങളൊക്കെ നോക്കാം. കാക്കനാട് കളക്ടറേറ്റിൽ നിന്ന് ഞാൻ പറഞ്ഞു 6 കിലോമീറ്റർ ആണ്. സെയിം ഡിസ്റ്റൻസ് തന്നെയാണ് നമുക്ക് ഇൻഫോ പാർക്കിലേക്ക് വരുന്നത്. 6 കിലോമീറ്റേഴ്സ് ആണ് ഇൻഫോ പാർക്കിലേക്കുള്ള ദൂരവും വരുന്നത്. ഇടപ്പള്ളി സൈഡിലേക്കൊക്കെ നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ, ലുലു മാളിലേക്കൊക്കെ എത്തണമെങ്കിൽ വെറും 10 കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്താൽ എത്താവുന്നതാണ്. അതുപോലെ തന്നെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് വെറും 20 കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് എത്താവുന്നതാണ്. അപ്പൊ ഇവിടെ എല്ലാം നിറയെ വില്ലകളാണ്. ഒരു സെപ്പറേറ്റ് വില്ലയുടെ മാത്രമായിട്ട് ഞാൻ എടുത്ത് പറയുന്നില്ല, ബിക്കോസ് ഇതിന്റെ ഡിഫറെന്റ് എലവേഷനിലാണ്, ഡിഫറെന്റ് ലാൻഡ് അളവുകളിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്നിപ്പോ ഒരു വീടിനെ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. കുറച്ച് ബഡ്ജറ്റ് കുറഞ്ഞ നിങ്ങൾക്ക് എളുപ്പം പർച്ചേസ് ചെയ്യാവുന്ന ഒരു വില്ലയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പൊ ഇതിന്റെ ഏകദേശം ഒരു ചെറിയ എലവേഷൻ ഒക്കെ നിങ്ങൾ കണ്ടു. നമ്മൾ വീടിനകത്തേക്ക് കടക്കുകയാണ്. ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത് 3.5 സെന്റ് ലാൻഡിലാണ്. 3.5 സെന്റ് ആണ് ഈ കാണുന്ന വീടിന്റെ ലാൻഡ് അളവ്. ഇതിന്റെ മതിലും ഗേറ്റ് ഒക്കെ നിങ്ങൾ കണ്ടു. അത്യാവശ്യം നല്ല ഡിസൈനുകളൊക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് ആണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു സൈഡ് സ്ലൈഡ് ചെയ്ത് വെക്കാവുന്ന രീതിയിലും ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് തുറന്നു വെക്കാവുന്ന രീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒരു കാറിന്, ഒരു വലിയ കാറിനോ അല്ലെങ്കിൽ 2 ചെറിയ കാറുകൾക്കോ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് ഈ ഒരു പോർഷനകത്ത് കിട്ടുന്നത്. അപ്പോൾ കവേർഡ് ആയിട്ടുള്ള പോർച്ചാണ് ഫുൾ ആയിട്ട് ഇതിന് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് മുകളിൽ നോക്കിയാൽ കാണാം കംപ്ലീറ്റ് ഈ ഒരു വീട്ടിൽ നമുക്ക് കാറുകളാണെങ്കിലും ബൈക്കുകളാണെങ്കിലും വയ്ക്കാനുള്ള ആ ഒരു ഏരിയ ഫുള്ളായിട്ട് കംപ്ലീറ്റ് റൂഫ് കവർ ചെയ്തിട്ടാണ് ഇതിന്റെ കാർ പോർച്ച് വളരെ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ കാർ പോർച്ചിന്റെ റൂഫിലൊക്കെ വന്നിട്ടാണെങ്കിലും നല്ല രീതിയിൽ LED ലൈറ്റ് ഫെസിലിറ്റികളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ഫ്ലോർ വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് നല്ല ടൈലാണ് പാകിയിരിക്കുന്നത്. ഭംഗിയുള്ള ബ്ലാക്ക് കളർ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരുന്ന സമയത്ത് 2 സൈഡിലൂടെയും നല്ല രീതിയിൽ ആളുകൾക്ക് കടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് ടൈലുകൾ കഴിഞ്ഞാൽ ബാക്കി വരുന്ന ഏരിയ എല്ലാം തന്നെ ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ആ ലാസ്റ്റ് എൻഡിൽ ഇവിടുത്തെ കിണർ കാണാൻ പറ്റുന്നതാണ്. ഒരു വലിയ കിണറാണ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പം ആഗ്രഹിക്കുന്നത് നല്ല ഡ്രിങ്കിങ് വാട്ടർ കിട്ടുന്ന ഏരിയയിൽ വീട് വേണമെന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും പോസിബിൾ ആയ ഒരു ഏരിയയിൽ തന്നെയാണ് ഈ കാണുന്ന വില്ല സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലേക്ക് നോക്കുവാണെങ്കിലും ഈ ഒരു പോർഷൻ കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. നമുക്ക് വീടിന്റെ ചുറ്റിനും ഒരാൾക്ക് നടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ടാണ് വീട് അവർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തൊക്കെ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് സ്പേസ് ഇട്ടിട്ടാണ് വീട് പണിതിരിക്കുന്നത്. ഈ വീടിന്റെ സിറ്റ് ഔട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഒരു ഗ്രാനൈറ്റ് ആണ് ഈ ഒരു ഭാഗത്ത് ഇട്ടിരിക്കുന്നത്. പില്ലറുകളൊക്കെ നിങ്ങൾക്ക് കണ്ടറിയാം, ഭംഗിയുള്ള ഡിസൈനുകളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് വീടിന്റെ മെയിൻ ഡോർ. അത്യാവശ്യം നല്ല ഡിസൈൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് വീടിന്റെ മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിൽ നമുക്ക് അത്യാവശ്യം 2-3 ചെയറൊക്കെ ഇടാനുള്ള സ്പേസ് ആണ് ഈ ഒരു ഭാഗത്ത് അവർ തന്നിരിക്കുന്നത്. അപ്പൊ നമുക്കിനിയിപ്പോൾ ഈ ഡോർ തുറന്നിട്ട് അകത്ത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഈ ഒരു വീടിന്റെ ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് ലിവിംഗ് സ്പേസിലേക്കാണ്. ഒരു ചെറിയ സ്പേസ് ആണ് ലിവിങ്ങിനായിട്ട് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നും മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണാം. അതിന്റെ താഴെയുള്ള ഭാഗത്ത് ഇതുപോലെ കബോർഡുകളൊക്കെ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് നമുക്ക് ഇൻവെർട്ടേഴ്സ് ഒക്കെ വെക്കാനുള്ള സ്പേസ് തന്നിരിക്കുന്നത്. ഇവിടുത്തെ ഫ്ലോർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഭംഗിയുള്ള ഒരു ലൈറ്റ് യെല്ലോയിഷ് ഷെയ്ഡുള്ള ഒരു ടൈലാണ് ഇവിടുത്തെ ഫ്ലോറിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ കയറി ഒരു ഡോർ തുറന്നു കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ആദ്യം തന്നെ കാണാൻ പറ്റുന്നത് ഇവിടുത്തെ ഈ TV യൂണിറ്റ് വെക്കാൻ പറ്റിയ ഒരു ഏരിയയാണ്. ആ വോള് കംപ്ലീറ്റ് ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ കളറും ഗോൾഡൻ കളറും വരുന്ന വാൾപേപ്പർ ആണ് ഒട്ടിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് TV വെക്കാനുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അത്യാവശ്യം കുറച്ച് വുഡൻ വർക്കുകളൊക്കെ ചെയ്ത് താഴെയും കബോർഡ് ഫെസിലിറ്റികളൊക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നല്ല കളർഫുൾ ആയിട്ടുള്ള ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടാണ് ലിവിംഗ് സ്പേസിന്റെ റൂഫ് അവർ ഭംഗിയാക്കിയിരിക്കുന്നത്. ഒരു പോർഷൻ മാത്രമാണ് കവർ ചെയ്തിരിക്കുന്നത്. ബാക്കി വന്നിട്ട് ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ ടോപ്പ് എൻഡ് വിസിബിൾ ആണ്.
ലിവിംഗ് സ്പേസിൽ നിന്ന് നമ്മൾ വരുന്നത് ഡൈനിങ്ങിലേക്കാണ്. ആ സെപ്പറേഷൻ വരുന്നത് ഇതുപോലെ ഒരു നല്ല ഭംഗിയുള്ള വുഡൻ വർക്ക് കൊടുത്തുകൊണ്ടാണ് ലിവിംഗ് ഡൈനിങ് സെപ്പറേഷൻ അവർ ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് ഒരുപാട് ഓപ്പൺ സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിനിടയിലെല്ലാം തന്നെ ലൈറ്റുകളൊക്കെ ഇട്ടിട്ട് ഭംഗിയാക്കിയിട്ടാണ് ഈ ഒരു സ്പേസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡൈനിങ്ങിനുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു ഫാമിലിയിലുള്ള 3-4 മെമ്പേഴ്സിന് ഇരുന്ന് ഫുഡ് കഴിക്കാവുന്ന സ്പേസ് ആണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് 3 വിൻഡോസ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു റൂഫിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നല്ല ഭംഗിയായിട്ടുള്ള ഒരുപാട് വർക്കുകളാണ് റൂഫിലൊക്കെ ചെയ്തിട്ട് കളർഫുൾ ആയിട്ടുള്ള LED ലൈറ്റുകളൊക്കെ ഇട്ടിട്ട് ഇവിടെയുള്ള ബ്യൂട്ടിഫിക്കേഷൻ ഒക്കെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് വാഷ് ബേസിൻ അവർ ചെയ്തിരിക്കുന്നത്. സെപ്പറേറ്റ് ഒരു ഏരിയയിലായിട്ട് നല്ല രീതിയിൽ തന്നെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഒരുപാട് വാൾ പേപ്പറുകളാണെങ്കിലും ടെക്സ്ചർ വർക്കുകൾ, ഭംഗിയുള്ള ടൈലുകൾ വരുന്നുണ്ട്. അതുകൂടാതെ ഈ ഒരു വാഷ് ബേസിൽ ഇരിക്കുന്നത് തന്നെ ഒരു വുഡൻ ബാക്ക്ഗ്രൗണ്ടിലാണ്. ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് അവർ ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. താഴെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലുള്ള കബോർഡ് ഫെസിലിറ്റികളും കിട്ടുന്നുണ്ട്. നമുക്ക് ഈ ഒരു വീട് 4 ബെഡ്റൂം ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. താഴത്തെ ഫ്ലോറിൽ നമുക്ക് 2 ബെഡ്റൂമുകൾ കിട്ടുന്നുണ്ട്. ഞാൻ നിൽക്കുന്നതിന്റെ ലെഫ്റ്റിലോ റൈറ്റിലോ ആണ് 2 ബെഡ്റൂമുകൾ വരുന്നത്. അപ്പൊ നമുക്ക് ഡൈനിങ് ഹാളിൽ നിന്ന് നേരെ ആദ്യം കാണുന്ന ബെഡ്റൂം തന്നെ നോക്കാം. ഈ ഒരു രീതിയിലാണ് ഡോറിന്റെ ഒക്കെ പാറ്റേൺ വരുന്നത്. അത്യാവശ്യത്തിന് ഒരു ഫാമിലി താമസിക്കുന്ന ആളുകൾക്ക് അവരുടെ ഒരു കോട്ട് ഇടാനുള്ള ഒരു സ്പേസ് ആണ് നമുക്ക് ഈ ഒരു റൂമിൽ കിട്ടുന്നത്. ഈ 2 ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ വിൻഡോസ് ചെയ്തിരിക്കുന്നത്. റൂഫിലൊക്കെ ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യത്തിനുള്ള വർക്കുകളൊക്കെ കൊടുത്തിട്ട് LED ലൈറ്റുകളൊക്കെ ഇട്ടിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കോർണർ ഭാഗത്തായിട്ടാണ് നമുക്ക് 3 ആയി ഓപ്പൺ ചെയ്യാവുന്ന ഒരു വാർഡ്രോബ് കൊടുത്തിരിക്കുന്നത്. അതിന് കൂടെ ഒരു മിറർ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. താഴെയാണെങ്കിൽ നമുക്ക് ഇതുപോലെ വലിച്ചു തുറക്കാവുന്ന ഒരു സ്ലൈഡ് ചെയ്യാവുന്ന ഒരു ചെറിയൊരു ഓപ്പണിംഗ് കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈനുള്ള ഒരു ഡോറൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. ഒരു വൈറ്റ് ആൻഡ് ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ഉള്ള ഒരു ടൈലാണ് ബാത്റൂമിനകത്തൊക്കെ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വാഷ് ബേസിനൊക്കെ ഇരിക്കുന്നതിന്റെ അടുത്ത് ഈ ഭാഗത്തായിട്ടാണ് താഴത്തെ നിലയിലുള്ള 2ാമത്തെ ബെഡ്റൂം വരുന്നത്. നേരത്തെ കണ്ട ബെഡ്റൂമിനേക്കാളും കുറച്ചും കൂടി സ്പേഷ്യസ് ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂം അവർ ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. അതുപോലെ ഇവിടുത്തെ വാർഡ്രോബ് വരുന്നത് സെപ്പറേറ്റ് ഒരു ഏരിയയിലേക്ക് മാറിയിട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്കത് റൂമിന്റെ സ്പേസിനെ എഫക്ട് ചെയ്യുന്നില്ല. നല്ല രീതിയിൽ തന്നെ ഒരുപാട് ഓപ്പണിങ്സ് താഴെയും മുകളിലും ഒക്കെ വരുന്നുണ്ട്. അതുകൂടാതെ മിറർ ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ റൂഫിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഒരുപാട് വർക്കുകളൊക്കെ ചെയ്തിട്ട് തന്നെയാണ് റൂഫ് ഭംഗിയാക്കിയിരിക്കുന്നത്. ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടുത്തെ ഒരു ടൈലുകളുടെ ഒക്കെ കോമ്പിനേഷൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ നോർമൽ റൂം ഇതിൽ നിന്നും ഒരു പൊടി താഴേക്ക് ഇറങ്ങുന്ന രീതിയിലാണ് ഇതിന്റെ ഫ്ലോർ അവർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് വെള്ളമൊന്നും യാതൊരു കാരണവശാലും നമുക്ക് പുറത്തേക്ക് വരാതിരിക്കാനുള്ള രീതികളൊക്കെയാണ് അവർ ചെയ്തിരിക്കുന്നത്. വീണ്ടും നമ്മൾ തിരിച്ചിവിടുത്തെ ഡൈനിങ് സ്പേസിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് കിച്ചൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. കിച്ചൺ ഒരു വുഡിലും ഒരു ഗ്ലാസ്സിലും ഒക്കെ വരുന്ന നല്ല ഭംഗിയുള്ള ഡിസൈനോട് കൂടിയ ഡോറാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞു നമുക്ക് ഒരു ഫാമിലിയിലുള്ള മെമ്പേഴ്സ് അതൊരു 2-3 പേർക്ക് നിന്ന് കുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്പേസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ഫ്ലോർ നോക്കുവാണെങ്കിൽ കാണാം കുറച്ചൊരു വുഡൻ ഗ്രിപ്പുള്ള ഒരു ടൈലാണ് കിച്ചണിൽ കൊടുത്തിരിക്കുന്നത്. കിച്ചണിന്റെ ടോപ്പ് സ്ലാബ് ഒക്കെ വന്നിട്ടാണെങ്കിൽ ഒരു റെഡിഷ് കളറും ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനുള്ള ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ സറൗണ്ടിങ്സ് ഒക്കെ വന്നിട്ട് ഒരു ലൈറ്റ് യെല്ലോ ബോർഡർ ഉണ്ട്. അതുകൂടാതെ ഒരു ഗ്രേ കളറുമാണ് ടൈലുകൾ കൊടുത്തിരിക്കുന്നത്. കിച്ചൺ ക്യാബിനറ്റ്സ് എല്ലാം വന്നിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറാണ് മെയിൻ ആയിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്ത് 3 ഓപ്പണിങ്സ് വരുന്നുണ്ട്. ഇവിടെ ഒരു സിംഗിൾ ഓപ്പണിംഗ് ഉണ്ട്. അതിന്റെ താഴെ തന്നെ ആയിട്ടാണ് 2 പൈപ്പ് കണക്ഷനോട് കൂടിയിട്ട് സിങ്ക് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങുന്ന ഈ ഒരു ഭാഗം വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ കാണിച്ചിരുന്നു. ബാക്ക് സൈഡ് എല്ലാം തന്നെ ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത്. ഫ്ലോറിലൊക്കെ ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. നമുക്ക് അവിടെ വർക്ക് ഏരിയ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓണറായിട്ട് അതായത് ബിൽഡറായിട്ട് സംസാരിച്ച് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ ഒരു ഫെസിലിറ്റി കൂടി നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. നമ്മൾ ഇതിന്റെ താഴത്തെ ഫ്ലോറിലുള്ള എല്ലാം തന്നെ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് മുകളിൽ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. മുകളിലേക്ക് പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് കാണാം ഈ ഭാഗത്തായിട്ട് കുറച്ച് ഓപ്പണിങ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ലിവിംഗ് ഏരിയയിലേക്ക് നല്ല രീതിയിൽ വെളിച്ചം കിട്ടുന്നതിനത് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. ഇതുപോലെ നമ്മൾ കടന്നു പോകുന്ന വഴിയിലൊക്കെ ഹാൻഡ് റെയിൽസ് നോക്കിയാൽ കാണാം സ്റ്റെയിൻലെസ് സ്റ്റീലിൽ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് ഇതുപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ബാറുകളൊക്കെ ഇട്ട് സേഫ് ആയിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. കടന്നു പോകുന്ന വഴികളിലുള്ള സ്റ്റെപ്സ് എല്ലാം തന്നെ നമ്മൾ കിച്ചണിലൊക്കെ കണ്ട ആ സെയിം ഒരു ഗ്രാനൈറ്റ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്താണെങ്കിൽ നിങ്ങൾക്ക് കാണാം നല്ല രീതിയിൽ തന്നെ അവർ ഓപ്പണിങ്ങുകളൊക്കെ കൊടുത്തിട്ട് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് തന്നെയാണ് കവർ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് മുകളിൽ ഇനി എന്താണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ നോക്കാം.
നമ്മൾ സ്റ്റെപ്പ് കയറി നേരെ വരുന്നത് ഇവിടുത്തെ ഒരു വലിയ ഹാളിലേക്കാണ്. ഹാളിന്റെ ഒരു പോർഷൻ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടും ഇവിടേക്ക് ഒരു ചെറിയ പാസേജ് പോലെ ആയിട്ടാണ് വരുന്നത്. ഹാളിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഹാള് കംപ്ലീറ്റ് ആയിട്ട് തന്നെ റൂഫൊക്കെ നല്ല രീതിയിലുള്ള വർക്കുകളൊക്കെ ചെയ്ത് ഒരുപാട് LED ലൈറ്റുകളൊക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കയറി ചെന്ന് നേരെ കാണുന്ന ആ ഒരു വോള് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, താഴെ നമ്മൾ TV യൂണിറ്റിന് അവിടെ ചെയ്തിരിക്കുന്നത് പോലുള്ള സെയിം ഒരു വാൾപേപ്പറാണ് അവിടെയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ ലെഫ്റ്റ് എടുത്ത് വരുന്ന സമയത്ത് ഈ ഭാഗത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇവിടെ നല്ല രീതിയിലൊരു ഷെൽഫ് ഫെസിലിറ്റി അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഷോക്കേസ് ഐറ്റംസ് വെക്കാൻ നമ്മളൊരു കൺവീനിയൻസ് അനുസരിച്ചിട്ട് നമുക്ക് എന്തായിട്ട് വേണമെങ്കിലും അവിടെ യൂസ് ചെയ്യാം. അതിനോട് ചേർന്ന് നമുക്ക് ഈ ഭാഗത്തായിട്ടൊരു ഡോറ് വരുന്നുണ്ട്. ഇത് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ബാൽക്കണി സ്പേസിലേക്കാണ്. ഒരു ചെറിയ ബാൽക്കണി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫുള്ളായിട്ട് തന്നെ ഹാൻഡ് റെയിൽസ് ഒക്കെ വെച്ചിട്ട് ടഫിന്റെ ഗ്ലാസ് ഇട്ട് കവർ ചെയ്തിട്ടാണ് ഈ ഒരു ബാൽക്കണി അവർ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു വില്ല പ്രൊജക്ടിനെ കുറിച്ച് നല്ലൊരു പിക്ചർ കിട്ടും. ഇവിടെ കാണുന്ന വീടുകളെല്ലാം തന്നെ സെയിലിനായിട്ട് ഇട്ടിരിക്കുന്നതാണ്. 3-4 വീടുകൾ താമസമായിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡ് നോക്കുവാണെങ്കിലും അവിടെയും ആളുകൾ താമസമായതാണ്. ഏകദേശം ഒരു 6ഓളം വില്ലകളാണ് നമുക്കിനി സെയിലിനായിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഓരോന്നും വീഡിയോ കാണിക്കുമ്പോൾ ലെങ്ത് ആയി പോകും. മാത്രമല്ല ഇത് പലതും പല മോഡലിലും പല എലിവേഷനുള്ള വീടുകളാണ്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് വന്ന് തന്നെ കണ്ടാലാണ് നമുക്ക് ഇഷ്ടമുള്ളതിൽ നിന്നും നോക്കി സെലക്ട് ചെയ്ത് നമുക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ബാൽക്കണി കണ്ടു കഴിഞ്ഞു. പിന്നെ വരുന്ന സമയത്ത് താഴെ ഇവിടെ നമ്മൾ 2 ബെഡ്റൂം കണ്ടു. മുകളിൽ ഇനി 2 ബെഡ്റൂം കൂടെയാണ് കാണാനുള്ളത്. നമുക്ക് ഈ കാണുന്ന ബെഡ്റൂം എങ്ങനെയാണെന്നുള്ളത് നോക്കാം. കമ്പാരിറ്റീവ്ലി നമ്മൾ താഴത്തെ വെച്ച് നോക്കുവാണെങ്കിൽ ഇതൊരു വലിയ ബെഡ്റൂം ആണെന്നാണ് നമുക്ക് തീർച്ചയായിട്ടും പറയാം. നല്ലൊരു സ്പേസ് നമുക്ക് ഈ ബെഡ്റൂമിൽ കിട്ടുന്നുണ്ട്. ഈ ഭാഗത്തും ഇവിടെയൊക്കെ ആയിട്ടാണ് വിൻഡോസ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബ് വരുന്നത് ഈ ഒരു കോർണറിൽ സെയിം മെറ്റീരിയലിന്റെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. റൂഫിലാണെങ്കിലും അത്യാവശ്യത്തിനുള്ള വർക്കുകളൊക്കെ ചെയ്ത് ഭംഗിയാക്കി ലൈറ്റുകളൊക്കെ ഇട്ടിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു വൈറ്റ് ആൻഡ് ലൈറ്റ് യെല്ലോ ഷെയ്ഡ് വരുന്ന ടൈലാണ് ബാത്റൂമിനകത്തെല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ 3 ബെഡ്റൂമുകൾ കണ്ടു കഴിഞ്ഞു. നമുക്കിനി ഫൈനൽ ആൻഡ് 4th ബെഡ്റൂമിലേക്ക് പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് കാണാം ഈ ഒരു നമ്മളുടെ ഒരു ഹാളിൽ നിന്നും കുറച്ചൊരു പാസേജ് പോലൊരു സ്പേസ് അകത്തേക്ക് പോയിട്ടുണ്ട്. നമുക്ക് ഇവിടെയും കുറച്ച് സ്പേസ് കിട്ടുന്നുണ്ട്. അവിടെ നിന്നിട്ടാണ് 4th ബെഡ്റൂം സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ താഴെ കണ്ട ബെഡ്റൂമിന്റെ സെയിം ഡിറ്റോ തന്നെയാണ്. അതേപോലത്തെ സെയിം മോഡലിലാണ് ഇതും ചെയ്തിരിക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് 3 ഓപ്പണിങ്സ് കൊടുത്തിരിക്കുന്നത് കാണാം. വാർഡ്രോബ് വരുന്നത് ഈ ഒരു സെപ്പറേറ്റ് ഏരിയയിലായിട്ട് റൂമിന്റെ സ്പേസിനെ എഫക്ട് ചെയ്യാത്ത രീതിയിലാണ്. ഒരുപാട് ഓപ്പണിങ്സ് ഒക്കെ വരുന്ന രീതിയിൽ സെയിം മെറ്റീരിയൽ ഇട്ടിട്ട് തന്നെയാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. അതുപോലെ മുകളിലേക്ക് നോക്കുവാണെങ്കിലും കാണാം നല്ല രീതിയിൽ ഇവിടെയും റൂഫില് വർക്കുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ആ ഭാഗത്തായിട്ടാണ്. ഒരു ലൈറ്റ് ബ്രൗൺ ആൻഡ് വൈറ്റ് കളറിലുള്ള ടൈലുകളുടെ കോമ്പിനേഷൻസ് ആണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഫൈനൽ ബെഡ്റൂമും കണ്ടിട്ട് നമ്മൾ വീണ്ടും ഇവിടുത്തെ ഈ ഒരു ഹാളിലേക്ക് വന്നിരിക്കുകയാണ്. ഈ ഹാളിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഭാഗത്തായിട്ട് 3 വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ എയർ സർക്കുലേഷൻ അവർ ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ പറഞ്ഞു ഈ ഭാഗത്ത് നല്ലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ഒരു വോള് കംപ്ലീറ്റ് ആയിട്ട് വാൾപേപ്പറാണ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. ഇവിടേക്ക് വരുമ്പോൾ കുറച്ച് ഗ്രിപ്പുള്ള ഒരു ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ മുകൾ ഭാഗമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടുള്ള പൈപ്പ് കണക്ഷനും വേസ്റ്റ് വാട്ടറിനുള്ള പൈപ്പൊക്കെ ഈ ഒരു ഭാഗത്താണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തെടുക്കാവുന്നതാണ്. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് ഇവിടുത്തെ സ്റ്റെപ്പ്, ടെറസിലേക്ക് പോകുന്ന സ്റ്റെപ്പ് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. റെഡിമെയ്ഡ് ആയിട്ടുള്ള ഒന്നുമല്ല ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പൊ നല്ല സേഫ് ആയിട്ട് തന്നെയാണ് അവരെല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. ടെറസ് വന്നിട്ട് ഓപ്പൺ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കാണിക്കുന്നില്ല. നമുക്കറിയാം വെറുതെ ടൈം കളയാന്ന് മാത്രമേ ഉള്ളൂ ഓപ്പൺ ടെറസുകളൊക്കെ കാണിച്ച്. നമ്മൾ ഇവിടെ ഈ ഒരു ഇന്ന് കണ്ടത് ഒരു വീട് മാത്രമാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഐ മീൻ ഇന്റീരിയർ എല്ലാം തന്നെ ഒരു വീടിനെ മാത്രമാണ് കാണിച്ചത്. നമുക്കിതിനകത്ത് ഏകദേശം 6ഓളം വീടുകളാണ് സെയിലിനായിട്ട് ഇട്ടിരിക്കുന്നത്. പലതും പല പ്രൈസ് കാറ്റഗറികളായിട്ടാണ് നമുക്ക് സെയിലിനായിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ഓരോന്നായിട്ട് 1 by 1 ആയിട്ട് പറയാം. അപ്പൊ ഈ കാണുന്ന വില്ലകളെല്ലാം തന്നെ ഞാൻ പറഞ്ഞു കാക്കനാട് കളക്ടറേറ്റിൽ നിന്നും ഏകദേശം ഒരു 6 കിലോമീറ്റർ മാത്രം. 6 കിലോമീറ്റർ ആണ് കാക്കനാട് കളക്ടറേറ്റിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇൻഫോ പാർക്കിലേക്കാണെങ്കിലും 6 കിലോമീറ്റർ ആണ് വരുന്നത്. ലുലുവിലേക്ക് 10ഉം എയർപോർട്ടിലേക്ക് 20 കിലോമീറ്റർ മാത്രമാണ് നമുക്ക് ദൂരം വരുന്നത്. ഇന്ന് നമ്മൾ പരിചയപ്പെട്ട വീട് 3.5 സെന്റ് ലാൻഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1650 1650 ആണ് ഇതിന്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത്.
ഇതിന് 4 ബെഡ്റൂം ആണുള്ളത്. ഇതിനകത്ത് 2 ചെറിയ കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. ഇതിന് ഉദ്ദേശിക്കുന്ന റേറ്റ് 67 lakhs ആണ്. അത് ചെറുതായിട്ട് നെഗോഷ്യബിൾ ആണ്. 67 ലക്ഷം എന്നുള്ള ഇതിന്റെ പ്രൈസ് ചെറുതായിട്ടൊക്കെ നെഗോഷ്യബിൾ ആണ്. ഇതിനകത്ത് കിടക്കുന്ന ബാക്കിയുള്ള വിലകൾ നോക്കുവാണെങ്കിൽ ഇത് 3.5 സെന്റ് ആണ്. നമുക്ക് 4 സെന്റില് 2000 സ്ക്വയർ ഫീറ്റിന്റെ മറ്റൊരു വീടുണ്ട് 4 BHK. അതിന് 75 lakhs ആണ് ഉദ്ദേശിക്കുന്നത്. ഇതിന് തൊട്ടടുത്തായിട്ട് തന്നെ 4.25 സെന്റില് 2000 സ്ക്വയർ ഫീറ്റില് 4 BHK മറ്റൊരു വീട് കൂടെ സെയിലിനുണ്ട്. അതിന് 85 lakhs ആണ്. അതുകൂടാതെ 4 സെന്റിലും 4.25 സെന്റിലും ഒക്കെ ആയിട്ട് 3 BHK വേറെ ഒരു 3 സെയിലിനുണ്ട്. അതിന് ഏകദേശം 72, 73 ആ രീതിയിലാണ് പ്രൈസ് കാറ്റഗറികൾ വരുന്നത്. ഇൻ ഷോർട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 67 lakhs തുടങ്ങി സ്റ്റാർട്ട് ചെയ്യുന്ന വില്ലകളാണ് ഉള്ളത്. ലാസ്റ്റ് നമുക്കൊരു 75, 85 ആ രീതിയിലൊക്കെ വരുന്ന വീടുകളാണ് ഇവിടെ ഉള്ളത്. ലാൻഡ് കൂടുന്നതനുസരിച്ചും സ്ക്വയർ ഫീറ്റ് കൂടുന്നതനുസരിച്ചുമാണ് റേറ്റിലെ വേരിയേഷൻസ് വരുന്നത്. ഈ കാണുന്ന വീടുകൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ മാർബിൾ ഹോംസിലേക്ക് വിളിക്കുക. സ്ക്രീനിൽ കാണുന്ന നമ്പറുകൾ നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ലൊക്കേഷനിലല്ല നിങ്ങൾക്ക് വേണ്ടത്, വേറെ സ്ഥലത്താണ് എങ്കിൽ പോലും തീർച്ചയായിട്ടും മാർബിൾ ഹോംസിനെ വിളിക്കുക. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്നുള്ളത് അറിയിക്കുക. നമുക്ക് പല ബഡ്ജറ്റുള്ള വീടുകൾ ലഭ്യമാണ്. അതിപ്പം കാക്കനാട്, നോർത്ത് പറവൂർ സൈഡ് എല്ലായിടത്തും, തൃപ്പൂണിത്തുറ, ഇവിടെ എല്ലാം തന്നെ നമുക്കിപ്പം പറവൂർ സൈഡൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഹൈവേ വരുന്നതാണ്. എളുപ്പത്തിൽ നമുക്കിപ്പോൾ എറണാകുളത്തേക്ക് എടപ്പള്ളിയിലേക്കൊക്കെ എത്താം. അവിടെയൊക്കെ ആണെങ്കിൽ നമുക്കൊരു 35 to 40 ബഡ്ജറ്റിലൊക്കെ നല്ല വീടുകൾ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങളുടെ റിക്വയർമെന്റ്സ് എന്തും ആയിക്കോട്ടെ നടത്തി തരാനായിട്ട് മാർബിൾ ഹോംസ് ഉണ്ട്. ധൈര്യമായിട്ട് വിളിച്ചോളൂ. അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.